ഈ പഴം വെച്ച് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഐറ്റാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉന്നക്കായി. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ പഴം ഒന്ന് കീറിയെടുക്കണം. ആ പഴം ഒരു ആവി പാത്രത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോഴേക്ക് നമ്മൾ തേങ്ങ ചിരക എന്നിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് വഴച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മുടെ തേങ്ങ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഞാൻ കുറച്ച് റിച്ച് ആയതുകൊണ്ട് കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഏലക്ക അതുപോലെ കുത്തി ചതച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ ഫില്ലിങ് റെഡി. നേരത്തെ നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചില്ലേ, ആ പഴം ഇതുപോലൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പണി ചെറുതായിട്ടൊന്ന് പാളി. എത്ര നോക്കിയിട്ടും ഈ പഴം ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് സെറ്റാവുന്നില്ല. കുറച്ച് പഴുത്ത പഴം ഇപ്പോൾ ഞാൻ എടുത്തത്. നിങ്ങളെടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഞാനൊരു കില്ലാടി ആയതുകൊണ്ട് കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വിധത്തിൽ ഞാനതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ എനിക്കതിൽ പ്രശ്നം തോന്നിയില്ല കേട്ടോ. സാധാരണ ഉന്നക്കായ പോലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.